യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ആശംസിക്കുകയാണ്. നമ്മളൊരു നിയോഗത്തോടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അതെല്ലാം ഒരു നന്മയ്ക്ക് കാരണമാകും, ഒരനുഗ്രഹത്തിന് കാരണമാകും. ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അങ്ങ് നൽകുന്ന ആ വലിയ മഹാഭാഗ്യം കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അതനുഭവിക്കാനും കൃപ തരണമേ. ജീവിതത്തിൽ അത് അനുഭവിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം, പ്രത്യാശയോടെ മുന്നോട്ട് പോകണം, അനുഗ്രഹത്തോടെ ആയിരിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കുകയാണ്, 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, റിസൾട്ട് വരാനുണ്ട്, എന്ത് കോഴ്സ് എടുത്ത് പഠിക്കണം, എങ്ങോട്ട് നീങ്ങണം. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ, ഞങ്ങളുടെ ആലയത്തിലേക്ക് ഒരു എഴുത്തൊക്കെ എഴുതി, ഒരു നിയോഗം വെച്ച് എഴുത്. ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ, എഴുത്തിലൂടെ കിട്ടുന്ന ആവശ്യങ്ങളെ ദൈവ സാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടാൻ കാരണമാവും. അതൊരു വെളിച്ചമായും വിളക്കായും ഒക്കെ മാറും. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ പ്രത്യാശയോടെ വചനം കേൾക്കണം. നന്നായി ജീവിക്കാൻ ഒരു കൊട്ടാരം പണിയണമെന്നില്ല. നന്നായി ജീവിക്കാൻ ഒരു രാജാവാകണമെന്നുമില്ല. പിന്നെയോ ദൈവം ഇരിക്കുന്നൊരു നല്ല മനസ്സുണ്ടായാൽ മതി. ദൈവം ഇരിക്കുന്ന, ദൈവസാന്നിധ്യമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായാൽ മതി നന്നായി ജീവിക്കാൻ. ഒരു കൊട്ടാരം പണിയണമെന്നില്ല, ഒരു രാജാവാകണമെന്നുമില്ല. ദൈവം ഇരിക്കുന്ന ഒരു നല്ല മനസ്സുണ്ടായാൽ മതി. ദൈവം ഇരിക്കുന്ന നല്ല മനസ്സുള്ളവർ ക്ഷമിക്കാൻ തയ്യാറാകും. ദൈവം ഇരിക്കുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ തയ്യാറാവും. അവർ അവരുടെ അകത്തുള്ള വാശി, ദേഷ്യം, വൈരാഗ്യം കളയാൻ തയ്യാറാകും. മറ്റുള്ളവർക്ക് നല്ല വാത്സല്യം, ദൈവികമായ സ്നേഹത്തെ കൊടുക്കുന്നവരാവും. എന്നീ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലതിരിക്കട്ടെ. ദൈവവചനം ദൈവം തന്നെയാണ്. ആ വചനം നമ്മുടെ അകത്തിരിക്കട്ടെ. അത് കുറേ കൂടി നമ്മളെ ഭംഗിയുള്ള വ്യക്തിത്വമുള്ളവരാക്കി, മനുഷ്യരാക്കി, നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമുള്ള നല്ല മനുഷ്യരാക്കി എന്നെയും നിങ്ങളെ മാറ്റും. ഇന്ന് കേൾക്കുന്ന വചനം 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 43 മുതലുള്ള വാക്യമാണ്. ദാവീദ് ഗോലിയാത്ത് സുപരിചിതമാണ്, മനഃപ്പാഠമാണ്. ഗോലിയാത്തൊരു മല്ലനായ വലിയ ശരീരമുള്ള ഒരു വലിയ ആള്. ദാവീദ് ഒരു സാധാരണ ഒരു കുമാരനെ പോലെ ഒരു ചെറിയ ആള്. അപ്പം ഗോലിയാത്ത് വളരെ പുച്ഛിച്ച് ദാവീദിനോട് പറയുന്നുണ്ട്, നീയാണോ എന്നെ കീഴ്പ്പെടുത്താൻ വരുന്നത്? നമുക്കൊന്ന് വായിക്കാതെ 17-ാം അധ്യായം 43-ാമത്തെ വാക്യം. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ ഞാനൊരു നായയാണോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. ആവശ്യമില്ലാത്ത ശാപമൊന്നും പേടിക്കണ്ട. ഈ ശാപമൊന്നും ദാവീദിനെ ഏറ്റില്ല. ദാവീദിനെ ശപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല. 44 അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിൻ്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ഭയങ്കരമായ വെല്ലുവിളിച്ചു ആര്? ഗോലിയാത്ത് ദാവീദിനെ. അപ്പോൾ ദാവീദ് മറുപടി പറഞ്ഞതാ 45-ാമത്തെ വാക്യം. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച
ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഞാൻ വിശ്വാസത്തോടെയാണ് വരുന്നത്. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എൻ്റെ കയ്യിൽ ഈ പറയുന്ന വലിയ ആയുധങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ നാമത്തെ എടുത്ത് ഉയർത്തി മഹത്വം കൊടുത്താണ് വരുന്നത്. അടുത്ത വാക്ക് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉറപ്പ് പറയുവാണ്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിൻ്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ഇതാര് പറഞ്ഞതാണെന്നറിയാമോ? ദാവീദ്. ഇത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി നിരാശയല്ല പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞോ, അയ്യോ ഈ വ്യക്തി വീഴുമെന്ന് തോന്നുന്നില്ല, ഈ വ്യക്തി പരാജയപ്പെടില്ല, ഈ വ്യക്തിക്ക് നല്ലപോലെ യുദ്ധം ചെയ്യാൻ അറിയാം, എൻ്റെ കാര്യം മിക്കവാറും പോക്കായിരിക്കും. നെഗറ്റീവല്ല, ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞോണ്ടാണ് പോകുന്നത്. പിന്നീടാണ് ദാവീദ് 49-ാമത്തെ വാക്യം, ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. അപ്പം ആദ്യം കല്ലാണോ എടുത്തത്? ആദ്യം വിശ്വാസമാണോ എടുത്തത്? ആദ്യം എടുത്തത് കല്ല്. ആദ്യം എടുത്ത് കല്ലെടുത്ത് എറിയുമല്ല, ആദ്യം എടുത്തത് വിശ്വാസമാണ്. ആദ്യം പ്രഖ്യാപിച്ചത് വിശ്വാസം. ആദ്യം ഉയർത്തിയത് കല്ലല്ല, ആദ്യം ഉയർത്തിയത് ദൈവത്തിൻ്റെ നാമമാണ്. രണ്ടാമതാണ് കല്ലെടുത്തത്. രണ്ടാമത് അങ്ങനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് വിശ്വാസം പറഞ്ഞു, അതിനെ ഉറപ്പോടെ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഒട്ടും ഭയപ്പെട്ടില്ല. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ദൈവനാമത്തെ ഉയർത്തിയതിന് ശേഷമാണ് കല്ലെടുത്തത്. ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു, കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി, അവൻ മുഖം കുത്തി നിലത്തു വീണു. അത് ലക്ഷ്യം വച്ചിടത്തത് കൃത്യമായിട്ട് ചെന്നു, തറഞ്ഞു കയറി. അപ്പം അത് ലക്ഷ്യം തെറ്റാതെ ആ കല്ല് പോകാൻ കാരണം ആദ്യം എടുത്തത് കല്ലല്ല, ആദ്യം എടുത്തത് വിശ്വാസമാണ്, ആദ്യം പ്രഘോഷിച്ചത് ബോധ്യമാണ്. അതുകൊണ്ടാണ് ആ കല്ല് ഉന്നം തെറ്റാതെ പോയത്, കൃത്യസ്ഥലത്ത് അതെത്തിയത്. ജീവിതവും ഇങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, വീടില്ല, അയ്യോ അത് ശരിയായില്ല, ഇത് ശരിയായില്ല. ആദ്യം നമ്മളെടുക്കുന്നത് നമ്മളെടുക്കുന്ന കാര്യം, സാധാരണക്കാരെടുക്കുന്ന കാര്യം പറയാം. ഇനി ശരിയാകുമെന്ന് തോന്നുന്നില്ല, ഇനി എങ്ങനെ ശരിയാകാനാ, ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഡെയിലി ബ്ലെസ്സിംഗ് വചനം കേൾക്കില്ല, ഞാനിതൊന്നും എഴുതാൻ പോകുന്നില്ല, ഞാനിനി ആർക്കും അയച്ചു കൊടുക്കുന്നില്ല, ഞാൻ നിർത്തി കേട്ടോ. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കല്ലെടുക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ അധ്വാനിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക. എന്നിട്ട് വിശ്വാസത്തിൽ പറയുക, എനിക്ക് ദൈവം ഒരു വിജയം തരും, എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, എന്നെ ദൈവം നടത്തും, എന്നെ നയിക്കും, ഈ രോഗസൗഖ്യമാകും, എൻ്റെ കാര്യങ്ങൾ ദൈവം തന്നെ കൈപിടിച്ച് നടത്തും. വിശ്വാസത്തിൽ പറയണം. എന്നാലേ ആ അധ്വാനത്തിന് ഫലം ഉണ്ടാവുള്ളൂ. അതെന്ത് അധ്വാനമായാലും, അത് പഠനമായാലും, ബിസിനസ്സായാലും, കൃഷിയായാലും, ജോലിയായാലും, ടാക്സി ഓടിക്കുന്നതായാലും, മീൻപിടുത്തമായാലും, ബാങ്കിലെ ജോലിയായാലും, അത് IAS ആയാലും IPS ആയാലും, എന്ത് ജോലിയാകട്ടെ, എത്ര വലിയ ജോലിയാകട്ടെ, എത്ര താഴ്ന്ന ജോലിയുമാകട്ടെ, സാധാരണ ജോലിയാകട്ടെ, വലിയ ജോലിയാകട്ടെ, അതൊന്നും തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ചുമ്മാ കറക്കി എറിഞ്ഞാൽ പോരാ. കല്ല് കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, അതെറിയാൻ കഴിവുണ്ടായിട്ടും കാര്യമില്ല. അത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനൊരു ദൈവാനുഗ്രഹം തന്നെ വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ വചനം 10 പേർക്കല്ല ഗുണമാകാൻ പോകുന്നത്, ഒരുപാട് പേർക്ക്. ഇതൊത്തിരി പേര് അറിയണം, ഇത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം, ഇത് എഴുതി വയ്ക്കണം. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കാൻ പോവുക. ഈ ആഴ്ച അവസാനം ശനി, ഞായർ, തിങ്കൾ ബാംഗ്ലൂർ റിനീവൽ റിട്രീറ്റ് സെൻറ്റർ, RRC റിട്രീറ്റ് സെൻറ്റർ,
അവിടെ വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ നിയോഗ പ്രാർത്ഥന ബൈബിൾ കൺവെൻഷൻ വയ്ക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. ആ ദേശത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അറിയിപ്പായിട്ട് എടുക്കുക, ഷെയർ ചെയ്യുക, വന്ന് പങ്കെടുക്കാൻ പറയുക. തിരക്കുണ്ടാകും, എങ്കിലും സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ഒരനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ശിരസിൽ കരങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായിട്ടത് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കട്ടെ. ആദ്യം കല്ല് പെറുക്കി ചറവറ എറിയുമല്ല, അതാദ്യം ചെയ്യേണ്ട പോലെ ഒരു പ്രോസസ്സുണ്ട്. ഒരു ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ടാണ് ആ സഞ്ചിയിൽ നിന്ന് ആ കല്ലെടുത്തത്. സഞ്ചിയിൽ കല്ല് നേരത്തെ എടുത്തിട്ടു, പക്ഷെ അത് ഒരു പ്രയോജനപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നതിന് മുമ്പ്, എല്ലാം പരാജയപ്പെട്ടിട്ടല്ല പ്രാർത്ഥിക്കാൻ പോയെ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച തുടങ്ങിയത്, വിശ്വാസം പറഞ്ഞാൽ തുടങ്ങിയത്, വചനം കേട്ട് തുടങ്ങുന്നതും അനുഗ്രഹമാണ്. ഓരോ ദിവസവും ജീവിതം ലക്ഷ്യത്തിലെത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, യാത്രകളിൽ, അധ്വാനങ്ങളിൽ, തീരുമാനങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലി മേഖലയിൽ, കൃഷിയിടങ്ങളിൽ, എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് നൽകട്ടെ. ദൈവം തരുന്ന മഹാഭാഗ്യം കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഇടവരട്ടെ. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമായിട്ട് മാറും. ദൈവം സഹായിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.